ഈ ആയത്തുകളിൽ പ്രധാനമായും അറിയേണ്ടതായ തജ്വീദ് വശങ്ങൾ മാത്രം സൂചിപ്പിക്കുന്നു. ആദ്യത്തെ വചനം യാസീൻ എന്നാണ് പാരായണം ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഒരു കാര്യം ബോധ്യമാകുന്നുണ്ട്. അതിൻ്റെ പാരായണ നിയമത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഇത് രണ്ടക്ഷരങ്ങളാണ്, യാ സീൻ. എന്തുകൊണ്ടാണ് യാ വസീൻ എന്നോതാത്തത്? അല്ലെങ്കിൽ അൽ യാ വസീൻ എന്നോതുകയില്ല? യാ വസീൻ എന്നും ഓതുന്നില്ല, മറിച്ച് യാസീൻ. ഇതാണ് നമ്മുടെ റിവായത്തു ഹഫ്സിൻ അൻ ആസിം ഇബ്ൻ അബി നജൂദ് അൽ കൂഫി റഹിമഹുമല്ലാഹു തആല. ഈ റിവായത്ത് പ്രകാരമുള്ള ഓത്ത്. മറ്റ് ചില റിവായത്തുകൾ അനുസരിച്ചാണെങ്കിൽ യാന് ഇമാലത്ത്, പൂർണ്ണമായ ഇമാല കുബ്ര കൊടുത്തുകൊണ്ട് യേസീൻ എന്ന് ഓതേണ്ടതുണ്ട്. ഇതല്ലാത്ത മറ്റൊരു രൂപമില്ല. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു സത്യം എന്താണ്? മഹാന്മാരായ മുൻഗാമികൾ പറഞ്ഞു വച്ച ഒരു വാക്ക്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ തുടക്കത്തിലും ഞാൻ ചെറിയൊരു സൂചന നൽകി. അൽ ഖിറാഅതു സുന്നത്തുൻ മുത്തബഅ. അൽ ഖിറാഅതു സുന്നത്തുൻ മുത്തബഅ നമ്മൾ മനസ്സിൽ കുറിച്ച് വെക്കേണ്ട ഒരു വാക്കാണ്. അതൊരാളെന്നല്ല, മുൻഗാമികൾ പലരും പറഞ്ഞിട്ടുള്ള ഒരു വാക്കായി അങ്ങനെ പറഞ്ഞു പോരുന്നതാണ്. ഖാല ബഅദു സലഫ്. എന്താണത്? അൽ ഖിറാഅതു സുന്നത്തുൻ മുത്തബഅ. ഖുർആൻ പാരായണം എന്നത് പിൻപറ്റപ്പെടുന്നതായ ഒരു ചര്യയാണ്, പിൻപറ്റപ്പെടേണ്ടതായ ഒരു ചര്യ. അല്ലാതെ നമ്മുടെ ഇഷ്ടപ്രകാരം തോന്നിയ രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ പാരായണ നിയമത്തിൻ്റെ പ്രാധാന്യം നാം ഉൾക്കൊള്ളേണ്ടത്. ആ രീതിയിൽ എങ്ങനെയാണോ പാരായണം ചെയ്യപ്പെട്ടു പോന്നിട്ടുള്ളത് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഓതേണ്ടത്. ഞാൻ മുമ്പും സൂചിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിയായ പാരായണം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് സ്വീകരിച്ചു. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വീകരിച്ചു. അങ്ങനെ അവരുടെ ശിഷ്യന്മാർ, അവരുടെ പിൻഗാമികൾ തുടർന്ന് അങ്ങനെ ഓതി പോന്നിട്ടുള്ളതായ ആ രൂപത്തിൽ തന്നെ ആണ് നമ്മൾ ഓതേണ്ടത്.